നമസ്കാരം. വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മണ്ഡല പുനർനിർണയ ബില്ല് ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ്, സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലം പുനർനിർണയിക്കുന്നത്. അതിനനുസരിച്ച് വനിതകളുടെ എണ്ണവും വ്യത്യാസപ്പെടും. നിലവിൽ ഭരണഘടനാ പ്രകാരം 530 സീറ്റ് സംസ്ഥാനങ്ങൾക്കും 20 സീറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ്. അങ്ങനെ ആകെ 550 സീറ്റ്. എന്നാൽ ലോകസഭയിൽ ഇപ്പോഴുള്ളത് 543 സീറ്റ് എല്ലാ പാർട്ടികൾക്കുമായിട്ടാണ്. പുതിയ നിർദ്ദേശം അനുസരിച്ച് 815 സീറ്റുകൾ സംസ്ഥാനങ്ങൾക്കും 35 സീറ്റുകൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ലഭിക്കും. അതിനനുസരിച്ച് വനിതാ സംവരണ ബില്ലിലും എണ്ണം കൂടും. 33% സീറ്റുകൾ വനിതകൾക്ക് ഇതിൽ നിന്ന് മാറ്റിവെക്കണം എന്നുള്ളതാണ് ബില്ല്. നാളെ അത് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണമാണ് ലക്ഷ്യം. സ്ത്രീകൾ പൊതു ഇടങ്ങളിലേക്ക്, പൊതുസമൂഹങ്ങളിലേക്ക് എത്തുക, അതിലൂടെ സ്ത്രീ ശാക്തീകരണം. ഓരോ സംസ്ഥാനത്തെയും വനിതാ സംവരണ സീറ്റുകളും പട്ടികവർഗ സീറ്റുകളും റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനാണ് നിയമം. മാത്രമല്ല 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ സംവരണം നടപ്പിലാക്കാനാണ് തീരുമാനവും. എന്നാൽ ഇപ്പോൾ നടന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഓരോ പാർട്ടിയും വനിതകൾക്കായി എത്ര സീറ്റുകൾ നീക്കിവെച്ചു, മുന്നണികൾ എത്ര സീറ്റുകൾ നീക്കിവെച്ചു എന്നൊന്ന് നോക്കാം. പാർലമെന്റിൽ മാത്രമല്ല, നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം എന്ന് പറഞ്ഞാൽ ആകെയുള്ള സീറ്റുകളിൽ 1/3 വനിതകൾക്ക് നീക്കിവെക്കാനാണ് നിയമനിർമ്മാണം നടത്തുന്നത്. കേരളത്തിൽ ഇത്തവണ 2.71 കോടി വോട്ടർമാരുള്ളതിൽ 1.39 വനിതകളാണ്. എന്ന് പറഞ്ഞാൽ ആകെയുള്ളതിൽ പകുതിയിൽ കൂടുതൽ വനിതകൾ. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ വനിതകൾക്ക് നൽകിയ പ്രാതിനിധ്യം എത്രയാണ്? എത്ര സീറ്റുകൾ വനിതകൾക്ക് വേണ്ടി നൽകി? 10% പോലും വരില്ല എന്നുള്ളതാണ് സത്യം. ഇത്തവണ കേരളത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലുമായി മത്സരിച്ചത് 883 പേർ. അതിൽ 420 പേർ പ്രധാനപ്പെട്ട 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളാണ്. UDF-ന്റെയും LDF-ന്റെയും NDA-യുടെയും സ്ഥാനാർത്ഥികളാണ് 420 പേർ. അതിൽ വനിതാ പ്രാതിനിധ്യം 56 പേർക്ക് മാത്രമായിരുന്നു. 140 മണ്ഡലങ്ങളിൽ UDF-നുണ്ടായിരുന്നത് വെറും 16 വനിതകളാണ് മത്സരരംഗത്ത്. LDF-ന് അത് 12, BJP-ക്ക് അല്ലെങ്കിൽ NDA-ക്ക് അത് 18 മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആകെ 46 പേർ. 140 മണ്ഡലങ്ങളിൽ മത്സരരംഗത്ത് പ്രധാന 3 മുന്നണികളിലുമായി ഉണ്ടായിരുന്നത് വെറും 46 പേർ. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കാൻ എല്ലാ പാർട്ടികളും തയ്യാറാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്നപ്പോഴും, നടൻ സിദ്ദിഖിന്റെ കേസ് വന്നപ്പോഴും, മുകേഷിന്റെ കേസ് വന്നപ്പോഴുമൊക്കെ വാദോരാതെ ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. എന്നാൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തങ്ങളുടെ പാർട്ടിയിൽ സീറ്റ് നൽകാൻ ഒരു പാർട്ടിയും തയ്യാറായില്ല. കേരളത്തിൽ ഇത്രയും കാലം എത്ര വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായി എന്ന് ഒന്ന് അന്വേഷിക്കുക. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്ന് അന്വേഷിക്കുക. എല്ലാവരും വനിതകൾക്ക് പിന്തിരിഞ്ഞു നിൽക്കുന്നവർ തന്നെയാണ്. വനിതകൾ എന്നും സമൂഹത്തിൽ 2ാം നിര പൗരന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സീറ്റ് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. അവർ ഉറക്കെ ഇത് പറഞ്ഞില്ല എങ്കിലും നിലപാട് അങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും മേധാവിത്വം പുരുഷന് മാത്രം. വിജയിച്ചാൽ തങ്ങൾ നടത്താൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രകടന പത്രികയിൽ സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകിയ മുന്നണികളും സ്ത്രീകൾക്ക് സീറ്റ് നൽകാൻ തയ്യാറായില്ല. സൗജന്യ യാത്രയും വീട്ടമ്മമാർക്ക് പെൻഷനും തുടങ്ങി ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രകടന പത്രികയിൽ വാതോരാതെ അവർ പറയുന്നുണ്ട്. പക്ഷേ സീറ്റ് നൽകാൻ അത് പറ്റില്ല. കേരളത്തിന്റെ ഇത്രയും കാലത്തെ ചരിത്രമെടുത്താൽ, 70 വർഷമായി, ഈ 70 വർഷത്തെ ചരിത്രമെടുത്താൽ വെറും 52 പേരാണ് നിയമസഭയിൽ MLA-മാരായി എത്തിയത്. അതിൽ മന്ത്രിമാരായവർ വെറും 11 പേരാണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പറച്ചിലും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി കാണും. വനിതാ മുഖ്യമന്ത്രി എന്ന വാക്ക് ചിന്തിക്കാൻ
വെറുതെ ഒന്ന് ഉന്നയിക്കാൻ പോലും പാർട്ടികൾ തയ്യാറാകുന്നില്ല, ചിന്തിക്കാനും തയ്യാറാകുന്നില്ല. മുൻപ് ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടി മത്സരിച്ചവർ ഇടതുപക്ഷക്കാരാണ്. അന്നും വിജയിച്ചു വന്നപ്പോൾ ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാൻ ആരും തയ്യാറായില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി വരണം. കാത്തിരിക്കാം, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കേരളത്തിലേക്ക് ഒരു വനിതാ മുഖ്യമന്ത്രി എത്തുമോ എന്നുള്ള കാത്തിരിപ്പ്. കോൺഗ്രസിന്റെ നേതാവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വനിതാ മുഖ്യമന്ത്രി സ്ഥാനം. ഈ ഇലക്ഷനിൽ കോൺഗ്രസ് വിജയിച്ചാൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ? നമുക്കൊന്ന് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.